2016 ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ദേശീയ നിർവാഹക സമിതി അംഗമാണ്. അന്ന് നമ്മുടെ കുമ്മനം രാജശേഖരൻജിയെ പോലെ കേരളത്തിൽ എല്ലാവരെയും വളരെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന തലപ്പൊക്കമുള്ള ഒരാളാണ് കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ. അങ്ങനെയുള്ള ഒരു സമയത്ത് ഞാൻ പാലക്കാട് മത്സരരംഗത്തേക്ക് വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണല്ലോ. അപ്പൊ BJPയെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ഉയർന്ന പൊസിഷനുകളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോയിട്ട്, അതും വടക്കാഞ്ചേരിയിൽ BJPയുടെ അത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ സ്വന്തം നാട്ടില്. അങ്ങനെയുള്ള ഒരാളെ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്കൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ, ഞാൻ ദല്ലാളിനെ കാണുന്നത് തന്നെ 2022-ലാണ്. ദല്ലാൾ എന്നെ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടുണ്ടാകും, കാരണം ഞാൻ പൊതു രംഗത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ ദല്ലാൾ നന്ദകുമാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹത്തിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, ആ അമ്മയുടെ വീട്ടിലാണ്. ഏറ്റവും ആദ്യം എന്നെ കണ്ടതിന് ശേഷം പിന്നീട് ജയരാജനെയും എന്നെയും കൊണ്ടുപോകുന്നത്. അപ്പോൾ നന്ദകുമാറിനെ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ അമ്മയുടെ മുൻപാകെയാണ്. ഇയാൾ എന്നെ കാണുന്നത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ വരുന്നത് 2022-ലാണ്. അപ്പൊ ഈ 2022 കാണുന്ന ശോഭാ സുരേന്ദ്രനെ ഈ ദല്ലാള് 2016 മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് ചേർത്താൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ, BJPയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ചുമതലയിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ച് അത് ആരാ വിശ്വസിക്കുന്നത്? പക്ഷെ ചില മാധ്യമങ്ങൾ എന്ത് കേട്ടാലും അത് ഒരു വലിയ സ്റ്റോറിയാക്കി കൊടുത്ത് ഇതുപോലെയുള്ള ആളുകളെയൊക്കെ പത്രസമ്മേളനം വരെ അങ്ങനെ ഉയരത്തിൽ കാണിച്ച് ജനങ്ങളുടെ മുന്നിൽ ചില ആളുകളെയൊക്കെ ഇകഴ്ത്തി കാണിക്കാൻ സാധിക്കുമോ എന്ന് അവർ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ വോട്ടാണല്ലോ. ആലപ്പുഴ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരട്ടെ. എന്തായാലും 2 ദിവസം കാര്യമായി ശോഭാ സുരേന്ദ്രനെ മാനസിക സമ്മർദ്ദത്തിലാക്കാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള ശ്രമമൊക്കെ ഈ ഗൂഢാലോചക സംഘം നടത്തിയിട്ടുണ്ടെങ്കിലും അതിശക്തമായ രീതിയിൽ ആലപ്പുഴയിൽ മുന്നേറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടില്ല. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ശോഭാ സുരേന്ദ്രൻ വീട്ടിൽ പോകുമെന്നാണോ മായ കരുതിയിട്ടുള്ളതല്ലോ. ഞാൻ ഈ കേരളത്തിൽ തന്നെ പൊതുമണ്ഡലത്തിനുണ്ടാകും. പൊതുമണ്ഡലത്തിൽ എനിക്ക് ചുമതലകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ചുമതലകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായ സമയത്തും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് വേറൊരു പാർട്ടിയുടെ കൈപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇരുന്ന ഒരാളാണ്. ഇനിയും മരണം വരെ ആ പ്രസ്ഥാനത്തിനകത്തു തന്നെ കാവി പുതച്ചിട്ട് മരിക്കുമ്പോഴും ആ രീതിയിൽ ഉണ്ടാകണം എന്ന് ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരാളാണ്.